ഹലോ നമസ്കാരം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീര ചേമ്പില തോരനാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു തോരനാണിത്. അപ്പം ഈ ചീര ചേമ്പിലയാണിത്. ഇതാണ് ചീര ചേമ്പില. അപ്പോൾ ഇതിൻ്റെ ഇലകൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറുള്ളതാണ് മറ്റുള്ള ചേമ്പിനെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് ഉണ്ടാകാറില്ല, ഇലയും തണ്ടും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ സാധാരണ കിഴങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ചേമ്പ്. ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒന്നും കൂടി ഡാർക്കാണ്. അതുപോലെ തന്നെ ഒരു ബ്ലൂ ഡോട്ട് ഉണ്ട് ഇതിൽ. ചിലതിൻ്റെയൊക്കെ തണ്ട് റെഡ് കളറുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചീര ചേമ്പില ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തണ്ടും ഇലയുമാണ് നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ തണ്ടോടുകൂടിയാണ് നമ്മളിപ്പോൾ മുറിച്ചെടുക്കുന്നത്. ഞാൻ ചീരച്ചേമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കഴുകിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിങ്ങനെ തണ്ടൊക്കെ ഒന്ന് ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കും. പിന്നെ ഇലയും സെപ്പറേറ്റ് ആയിട്ട് വെക്കും. എന്നിട്ടാണ് ഇത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും കഴുകാനായിട്ട്. അപ്പം ഞാൻ ഈ ചേമ്പിലയും തണ്ടും എല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് കഴുകുമ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് കഴുകുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കും. ഇനി നമുക്കിതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് പീൽ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ നടുക്ക് ഭാഗവും ഇതുപോലെ ഒന്ന് ചെത്തിക്കളയുക. അങ്ങനെ എല്ലാത്തിൻ്റെയും തോല് കളഞ്ഞെടുത്തേക്കുമാണ്. ഇനി ഇലയും തണ്ടുമൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഇലയെല്ലാം ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞാൽ മതി. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഒരുപാട് വലിയ പീസസ്സായിട്ട് അരിയുന്നതിനെക്കാട്ടിൽ ഇതുപോലെ കൊത്തി അരിയുന്നതാണ് നല്ല ടേസ്റ്റ്. അതിനുശേഷം ഇനി നമുക്ക് തണ്ടും കൂടി ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിയുക. ഇനി അരപ്പിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കുവാണ്. ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ചെറുപുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വറുത്ത ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പിലയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഈ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉഴുന്നും കൂടി ഒന്ന് പൊട്ടണം. ഉഴുന്നിന് പകരം അരി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4 ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാളയും കൂടെ ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച് ചേമ്പിലയും കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട. ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് പൊത്തി വെച്ചിട്ട് അടച്ച് വെച്ച് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഇത് 20 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട് ഈ സമയത്ത്. ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റിക്കാനായിട്ട് 5 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. നമ്മുടെ ചീരച്ചേമ്പ്
ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.